ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒക്ടോബർ 7 ഡിവൈൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഫുള്ള്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കുറേ കുട്ടികൾ വിഷ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഡിവൈൻ്റെ പേരിൽ ഞാൻ താങ്ക്സ് പറയാണ്. ഞങ്ങൾ പരസ്പരം ഞാൻ കുറേ വിഷുകൾ പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാതും ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിവൈന് സെൻഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താ പറയുക പറഞ്ഞു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ അറിയണ്ടേ. അപ്പോൾ എന്തായാലും ഡിവൈൻ വഴി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളറിയും. എന്നാലും ഞാൻ പതിവ് പോലെ എല്ലാ ദിവസവും ഇടുന്നത് പോലെ ഞാൻ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ എണീറ്റും സാധാരണ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ പോലെ ചെയ്തു കുട്ടികളതേ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ഞങ്ങളിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ബാർബിക്യൂ നേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിംപിളുടെ വകയാണ് ഇന്ന് ഡിവൈനുള്ള ട്രീറ്റ്. ബാർബിക്യൂ നേഷനാണ് ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അവിടെ പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കളിയാക്കിയിട്ട് പറയും, വയറൊക്കെ ഒഴിച്ചിട്ടിട്ട് വേണം പോകാനായിട്ട്, ഹെവി ആയിട്ടൊന്നും കഴിക്കരുത് രാവിലെ എന്ന് പറയും. കാരണം അവിടെ അൺലിമിറ്റഡ് ഫുഡാണ്. അത് നോൺ വെജിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. സാലഡ്സും ഡെസേർട്ട്സും എല്ലാതും അടക്കമാണ് അവിടെ. അങ്ങനെയാണ് അവിടുത്തെ പാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളിയാക്കി പറയും രാവിലെ ഒന്ന്. അപ്പോൾ നമ്മുടെ പറമ്പ് കംപ്ലീറ്റ് പരിയപ്പുറത്ത് കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, കുരുവക്കായിട്ടുള്ളപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒരു പുല്ല് പോലും ആ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ പൊന്തി നിൽക്കാനായിട്ട് സമ്മതിക്കാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഡാഡി പറഞ്ഞു ആ ഭാഗം ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും ഡാഡിയും ഡിംപിളും കൂടി ഫസ്റ്റ് ഇറങ്ങി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊറിയർ വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സെലക്സ് മോളിലേക്ക് വരാമെന്ന് പറഞ്ഞു. അവിടെയാണല്ലോ ബാർബിക്യൂ നേഷൻ. അപ്പോൾ ഡിവൈനും ഡിംപിളും എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണും എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കിയുടെ വീട്ടിൽ പോയി ചാക്കോച്ചനെ അവിടെ ഏൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിള്ളേർസ് 2 പേരും പ്ലേ സ്കൂളിലാണ് കേട്ടോ. കാരണം അവരെ കൊണ്ടുവരാനായിട്ട് പറ്റാത്തൊരവസ്ഥ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ പണ്ടത്തെ പോലെ, പണ്ട് നമ്മൾ ഹോട്ടലിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഫുഡ് വരികയായി. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ചെന്ന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് വരിക. അപ്പോൾ അതിനുള്ള ക്ഷമ കുട്ടികൾക്കില്ല. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ ഇരിക്കുന്ന പരുവല്ലല്ലോ, അവർ ഇറങ്ങി ഓടും. പിന്നെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അങ്ങോട്ടൊന്ന് നീങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്കത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളങ്ങനെ അധികം കൊടുക്കാറുമില്ല പുറമേ നിന്നുള്ളത്. വീട്ടിൽ കൊണ്ടുവന്ന് വരുത്തി കൊടുക്കും എന്നല്ലാണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം ഡോണിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത്. ഇപ്പോൾ കുട്ടികളെ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ, നമ്മൾക്കും കഴിക്കുന്നത് ശരിക്കിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ കയറി വരുമ്പോൾ ഇവിടെ ജീപ്പുണ്ട്. അപ്പോൾ ഈ ജീപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്ര റൗണ്ടിന് ഇത്ര രൂപ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഈ ജീപ്പ് എടുക്കുമ്പോൾ വലിയ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരു വശത്ത് ഫുൾ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ സാധനങ്ങൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെന്തിനു വന്നു എന്നുള്ളത് മറന്നു പോയിട്ട് ചെയ്യും. അപ്പോൾ അവർ വന്നു കേട്ടോ, 2 പേരും കൂടിയിട്ട് വന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇന്നലെ നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോ കണ്ടപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. സ്റ്റുഡിയോന്ന് ഡോൺ എടുത്തു കൊടുത്തതാണ്, ഡോണിൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ട് ഡിവൈൻ ഡോണിനെടുത്ത ടീഷർട്ടാണ് അവർ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, എനിക്കിപ്പോൾ ഡോണിൻ്റെ ഒരു കാര്യം നോക്കേണ്ടി വരാറില്ല. കാരണം എന്താ പറയുക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കും. പിന്നെ ഡിവൈൻ എന്തെടുത്ത് കൊടുത്താലും ഡോൺ എന്തെടുത്ത് കൊടുക്കുന്നതും ഡിവൈൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തു കൊടുക്കുക. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഉള്ള കാരണം എനിക്ക് അവരുടെ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടി വരാറില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കൊടുത്ത സാധനം ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇടാണ്ട് വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നീട് അത് ആവർത്തിക്കുമല്ലോ. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. അവരെന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ നിങ്ങൾക്കായാലും ഈ ഫോട്ടോ കാണുമ്പോൾ ചെറിയൊരു സന്തോഷം തോന്നും. പ്രത്യേകിച്ച് ഓഫ് വൈറ്റാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. 2 പേരെയും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ്. അങ്ങനെ ബാർബിക്യൂ നേഷൻ. ഈ ബാർബിക്യൂ നേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറേ ഓർമ്മകളാണ്. അതായത് കല്യാണത്തിന് ഞങ്ങളുടെ ഡോണിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവരെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഡിംപിളുടെയൊക്കെ നമ്മൾ ആഘോഷിച്ചത് ഇവിടെയാണ്. അപ്പം അതിന് മുമ്പും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത ചേച്ചിയെ കൊണ്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക്
കുറേ ഓർമ്മകളാണ്. അന്ന് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അതൊക്കെ ഓർമ്മ വരും. അത് പിന്നെ ഇവിടെ നിന്നിട്ടാണ് നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കുക. അപ്പോൾ പല ഫോട്ടോസും നമ്മുടെ കയ്യിലുണ്ടാവും ഈ ബാർബിക്യൂവിനെ എന്നുള്ളതിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിവൈനെ ഫസ്റ്റ് ഒരു ട്രീറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഡാഡിയുടെ ബർത്ത്ഡേയുടെ അന്നാണ് ഡിസംബർ 28. അപ്പോൾ അന്ന് ഇവിടെ ഫസ്റ്റ് ഡിവൈൻ തൃശ്ശൂർ വന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ട്രീറ്റ് ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡോണിൻ്റെ ബർത്ത്ഡേ, പിന്നെ ചാക്കോച്ചൻ, ആരുടെയൊക്കെ ബർത്ത്ഡേസൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടേഴ്സ് തൊട്ട് തുടങ്ങും. അപ്പോൾ അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അത് കഴിക്കാം. അതുപോലെ നല്ല സർവീസാണ് അവരുടെ. ഫിഷ്, ബോൺലെസ് ചിക്കൻ തന്നെ പല പാറ്റേൺ ഉണ്ട്. അങ്ങനെ കുറേ മറ്റേ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ ചോറ്, ഫ്രഞ്ച് ഫ്രൈസ്, മറ്റേ പുലാവ്, മറ്റേ ഫ്രൈഡ് റൈസ്, പിന്നെ എന്തുട്ടാണ് അതിൻ്റെ കറികൾ, മറ്റേ എല്ലാ തരം സാധനങ്ങളും, പിന്നെ സാലഡ്സ്, ഫ്രൂട്ട്സ്, പിന്നെ എന്താ പറയുക പായസം, ഡെസേർട്ട്സ്, അങ്ങനെ A to Z സാധനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കഴിക്കാം. അൺലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ 5 പേര് ഞങ്ങൾ പറയായിരുന്നു ഡിവൈനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എപ്പോഴും ഡിവൈൻ്റെ കയ്യിൽ ഒരാളുണ്ടാവും. പിന്നെ അത് 2 ആളായി. അപ്പോൾ ഡയപ്പർ ബാഗ് ഇല്ലാണ്ട് ഡിവൈനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ കളിയാക്കായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും ഡയപ്പർ ബാഗും വെറ്റ് വൈപ്സും കയ്യിൽ പിടിച്ചിട്ടാണ് ഡിവൈൻ നടക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ, അപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെന്താ പറയുക മാക്സിമം എൻജോയ് ചെയ്ത് സമാധാനത്തിലാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ചാക്കോച്ചനാന്ന് വെച്ചാൽ ഇപ്പോൾ അക്കിയുടെ അവിടെ സെറ്റാണ്. ഭയങ്കര എന്താ പറയുക അവിടുത്തെ രാജാവായിട്ടാണ് അവൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊക്കെ കഴിഞ്ഞെങ്കിലും സെക്കൻഡ് ഞാൻ ഫുൾ സാലഡ്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആട്ടോ എടുത്തത്. കാരണം അത് ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആദ്യം ഞാൻ പേടിച്ചിട്ട് അതേ കഴിക്കൂ ഇത് കഴിക്കൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ബോഡി ചെക്കപ്പിന് ശേഷം അങ്ങനത്തെ ഒരു സംഭവങ്ങളുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് മറ്റേ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതെങ്ങനെ വെച്ചാൽ മൂങ് ദാലിൻ്റെ ഹൽവയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് പായസം തിന്നുന്ന അതേ ഫ്ലേവറായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൗണി, പിന്നെ ഗുലാബ് ജാമുൻ, 2 ഐസ്ക്രീം, ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇനിയും ഉണ്ടായിരുന്നു അവിടെ സാധനങ്ങൾ. ഞാൻ ജസ്റ്റ് കുറേശ്ശെ എടുത്തു. ഞാനും ഡാഡിയും കൂടിയിട്ട് അത് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഡാഡി ഇങ്ങനെ വെച്ചാൽ എവിടെ പോയാലും എത്ര സാധനങ്ങൾ ഉണ്ടായാലും ഡാഡിക്ക് ആവശ്യമുള്ള ആ ലിമിറ്റ് വെച്ചിട്ട് ഇന്നെ കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയല്ല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യോ ഇത് വേസ്റ്റ് ആക്കരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കഴിച്ച് അവസാനിപ്പിക്കുക. അങ്ങനത്തെ ഒരു ശീലം എനിക്കുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആവശ്യമുള്ളത് കഴിക്കാം, ആവശ്യമില്ലെങ്കിൽ കഴിക്കണ്ട. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ പറയില്ലേ ഒരേ റേറ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ പണ്ട് കാരണന്മാർ പറയും എന്തായാലും വില കിട്ടും, ഒരു ഉരുള തിന്നാലും മുഴുവൻ തിന്നാലും സദ്യ ഉണ്ടെന്ന പേര്. അപ്പം പിന്നെ ശരിക്കും തിന്നൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ് കേട്ടോ. പക്ഷേ തിന്ന് കഴിയുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വയറാന്നുള്ളത് അങ്ങോട്ട് നമ്മൾ മറക്കും. അപ്പോൾ ആകെ വീർപ്പുമുട്ട് വരും. പക്ഷെ അങ്ങനെയൊന്നും നമുക്കറിയാമല്ലോ നമുക്ക് എന്തോരം കഴിക്കാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും വിസ്തരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇന്ന് പ്ലേ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അരമണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ടിഫിനും കൂടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർ അതൊന്നും തിന്നില്ല കേട്ടോ. അവരാ കൊണ്ടുപോയി ആ ഉച്ചയിലത്തെ സ്നാക്സ്, അതായത് 1 മണി വരെയാണല്ലോ ശരിക്കും സമയം. സാധാരണ 1:30 ആകുമ്പോഴാണ് കൊണ്ടുവരാറ്. ഇന്നിപ്പോൾ 2 മണിയായി കൊണ്ടുവരുമ്പോൾ എന്ന് മാത്രം, ഒരു അരമണിക്കൂർ മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്സ് മോൾ കേട്ടോ. അപ്പോൾ തൃശ്ശൂരുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മുടെ റിലയൻസ് എത്രേൻ്റെ തൊട്ട് മുമ്പാണ് സെലക്സ് മോൾ. അപ്പോൾ അവിടെ കുറേ മറ്റേ ഷോപ്പുകളും കാര്യങ്ങളുണ്ട്, പാർലറുണ്ട്, അങ്ങനെ മാക്സിൻ്റെ ഇതുണ്ട്, ട്രാൻസിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ റൂംസ് ഉണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാ തരവും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മറ്റേ മൗത്ത് ഫ്രഷ്നറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ബാർബിക്യൂരേഷനിൽ ഇത് കഴിയുമ്പോൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുട്ടികളില്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു കുറേ കാലമായി ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് കിട്ടാറില്ല ഇങ്ങനെ കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഒരു പഴയ ഓർമ്മ, 2 പേരുടെയും കൂടി ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ കുട്ടികൾ പറയുകയും ചെയ്തു കാലങ്ങൾ കുറേയായി നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടെന്ന്. സംഭവം 2 പേരും അടുത്തുള്ളത് കൊണ്ടായിരിക്കാം നമുക്കത് അത്ര തോന്നാറില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഡാഡിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കുട്ടികൾ കൂടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ വള കണ്ടു, ഈ വള നമ്മുടെ വളയാണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ ഡിവൈൻ ഇട്ടതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലെയർ ഉണ്ട്, 4 ലെയർ ഉണ്ട്, 5 ലെയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോൾഡാണ് ഡിംപിളുടെ കയ്യിലുള്ളത്. അതും ഒരു ഫ്ലവറും കൂടി ഉണ്ട്.
അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പെങ്ങൾക്ക് സ്വർണ്ണം കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതിനെടുത്തതാണ് ആ വള, 5 ലെയറിൻ്റെ വളയും അതിൻ്റെ മുകളിൽ വലിയൊരു പൂവും. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ വന്നു. പിള്ളേർസിനെ ഡാഡി പോയി കൊണ്ടുവന്നു. അപ്പോൾ അതേ അവരുടെ സന്തോഷം നോക്കി. അപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പ വരുമ്പോൾ BMW കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മൂപ്പര് അങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഓരോ ഡിമാൻഡ് പറയും. അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന കാറിൽ പോകണം, ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ന കാറിൽ വരണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് കാറ് ഭ്രാന്തനാട്ടോ. ഫുൾ ടൈം അപ്പയുടെ കൂടെ കാറിൽ ഷോറൂമിലാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങിയത് ഡിവൈനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെസ്റ്റോൻ്റെ അപ്പോൾ ഇതിലേ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു നെസ്റ്റോയിലേക്കാണ് പോണേന്ന് പറഞ്ഞു. അപ്പോൾ പാച്ചുവിന് തോമുവിന് നെസ്റ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. തോമുവിന് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, രണ്ടാൾക്കും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഷോറൂം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഡിവൈനൊരു ചെറിയ ഹിൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി. അപ്പോൾ വേറെ ഒന്നുമല്ല, ഡിവൈന് ഒരു 2 വീലർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈന് ലൈസൻസ് ഒന്നുമില്ല, പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ സൈക്കിൾ ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്കായാലും ഡാഡിക്കായാലും ഭയങ്കര നിർബന്ധമായിരുന്നു ഡിവൈൻ 2 വീലർ എടുക്കണം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളത്. കാരണം ഡിംപിൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ലൈസൻസും ഉണ്ട്, പക്ഷേ വണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡിംപിളും പറഞ്ഞു, ഇനിയിപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് എടുക്കാവുന്ന പോലെ, കാരണം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരണം. തോമുവിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തൊട്ടടുത്ത ഭാവൻസിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നടക്കാനുള്ള വഴിയല്ല, എന്നാൽ 2 വീലർ കൊണ്ടാക്കി കൊണ്ടുവരാവുന്ന ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വീലർ എന്തായാലും മസ്റ്റാണ്. പിന്നെ നമ്മുടെ കാലമൊന്നും അല്ലല്ലോ, കുറേ കാലങ്ങളായില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇപ്പോഴത്തെ കുട്ടികൾ പോകണ അനുസരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ രാവിലെ ഉണ്ടല്ലോ ഇവിടെ 8 മണി തൊട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ തുറന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാം കുറേ അമ്മമാർ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോണതും ഇങ്ങോട്ട് വരണതൊക്കെ. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതത്തിൽ നോക്കും, അയ്യോ ആ വണ്ടി കാറെടുത്ത് പോണ പെൺകുട്ടിയില്ലേ എന്നാണ് അടയാളം പറയുക. പക്ഷേ ഇപ്പം തിരിച്ചാൽ നടന്നു പോണ പെൺകുട്ടിയില്ലേ എന്ന് പറയേണ്ടി വരും. കാരണം 99% കുട്ടികളും ഇപ്പോൾ 2 വീലറോ കാറോ ഒക്കെ എടുക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ ഡിംപിളിനോടും പറഞ്ഞിട്ടുണ്ട്, ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ സംഭവം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എന്നാൽ ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, കുറേ നാളായിട്ട് എടുക്കാത്തതല്ലേ. പക്ഷേ അതിനുള്ള ഒരു സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിന് പല്ലിൻ്റെയാണ് പ്രശ്നം. ഇനിയിപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യമായിട്ട് ഇനി കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ ഡിംപിളും പറയും, വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലല്ലോ. പാച്ചുവിനെ സംബന്ധിച്ച് ഇനി 1 വർഷം കൂടി അപ്പുറത്തേക്കുണ്ട്. പിന്നെ ജസ്റ്റ് 2 ദിവസം ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേടി മാറണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, 2 പേരും കൂടിയിട്ട് വണ്ടി അകത്ത് വന്നാൽ തന്നെ 2 പേരും ധൈര്യമായിട്ട് പിന്നെ എടുത്തു തുടങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ ഡിംപിളിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ധൈര്യം ഡിവൈനുണ്ട്. ഡിംപിളിൻ്റെ ധൈര്യക്കുറവല്ല, വേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ഡിവൈൻ്റെ പേരിലേക്ക് എടുക്കണു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം. ഡിവൈനായാലും ഭയങ്കര സന്തോഷമായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയാം. ഇവിടെ മുമ്പേ കളിയാക്കും, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സംഭവം അന്നുമില്ല ഇന്നുമില്ല. എനിക്ക് വണ്ടികൾ മാത്രമല്ല, സത്യം പറഞ്ഞാൽ വണ്ടികളുടെ പേര് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. പേരും എന്നെ തോമു കളിയാക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറയും, ഇനി ഞാൻ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കുട്ടികൾ എന്നെ കളിയാക്കും എന്ന് പറയും. കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഏത് വണ്ടിയാണോ വന്ന് നിൽക്കുക അതിൽ കയറും പോവും, എവിടെയാണോ ഇറങ്ങുക അവിടെ ഇറങ്ങും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് നമുക്ക് അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ പാച്ചുവിന് ഹെൽമെറ്റ് കണ്ടപ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം. അപ്പോൾ ഡിംപിൾ ആദ്യം ഹെൽമെറ്റ് വാങ്ങിക്കാം ഡിവൈനെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഹെൽമെറ്റ് ഓൾറെഡി ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഡിംപിൾ വൈറ്റ് വണ്ടിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള ഹെൽമെറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ആയപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാനത് പറയാൻ മറന്നുപോയി ഇതിൻ്റെ ഇടയിൽ കേട്ടോ. എനിക്ക് ക്ലിൻഡ ഒരു സംഭവം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ അതാണ് ഡിവൈനെ ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത് പോരാ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനും ഡാഡിയും ഡിവൈനോട് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വൗച്ചർ പോലെ കൊടുക്കുക ചെയ്തേട്ടോ. ഇഷ്ടമുള്ള ഡ്രസ്സോ എന്താ വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അതാണ് നല്ലത്.
ഇപ്പോൾ തോമൂനായാലും ബർത്ത്ഡേക്ക് പാച്ചുവിനും ഒക്കെ ബർത്ത്ഡേക്കൊക്കെ ഈ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പം അങ്ങനെ ദേ നമ്മളുടെ വണ്ടി ഡിവൈനും ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡിംപിളും ഡാഡിയും ഡോണും കൂടിയിട്ടാണ് ഇത് ഫുൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നോട് അഭിപ്രായം ചോദിച്ചു, പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറയും മമ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസൊക്കെ പൊളിക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പക്ഷേ പിന്നീട് എടുക്കേണ്ട സമയമായപ്പോൾ ഞാൻ ആ നക്കീരോട് വീട്ടിൽ പോയില്ല. അന്നാണ് ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് അറിയായിരുന്നു, ഞങ്ങൾക്ക് ഡിവൈൻ ഒഴിച്ച് വേറെ എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി, ഡിവൈനും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ അതെടുത്ത് അപ്പോൾ ഡാഡി അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാണ്. ഡാഡിയും ഡോണും കൂടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ബിസിനസ്സാണ് തോന്നുന്നത്. പക്ഷേ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഡാഡിക്ക് സ്പെയർ പാർട്സിൻ്റെ ഷോപ്പ് പാവർട്ടി ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് പാവർട്ടിയിലായിരുന്നു. പാവർട്ടിയിലുള്ളവർക്കറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പം നിർത്തിയിട്ട് ഒരു 25 വർഷമൊക്കെ ആയോ, ഇല്ല അധികം ആയിട്ടില്ല. ഡിംപിളിനൊരു 22 വയസ്സുള്ളപ്പോഴാണ്, ഒരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ അത് നിർത്തിയിട്ട് കേട്ടോ, കൈമാറി കഴിഞ്ഞിട്ട് പിന്നെ ആ ഷോപ്പ് വേറെ ടൈലറിങ് ഷോപ്പായി മാറുക, അങ്ങനെയാണ് ഉണ്ടായത്. അതുവരെ ഡാഡിയുടെ ഫീൽഡ് ഓട്ടോമൊബൈൽ ഫീൽഡാണ്. ഇപ്പോൾ ഡാഡിയുടെ അനിയനും ഇപ്പോൾ ആ ഫീൽഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഡോണിനും വന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ തോമുനും വന്നിട്ടുള്ളത്. എങ്ങനെ പാച്ചൂന് എങ്ങനെ വണ്ടിയോട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ താങ്ക്സൊക്കെ പറഞ്ഞ് ഡിവൈന് ഭയങ്കര സന്തോഷമായി. നമുക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾക്കും എന്താ പറയുക, അങ്ങനെ ചെയ്തു കൊടുക്കുക. ഞാനും ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയേക്കാളും ഡിംപിളാണ് കൂടുതൽ കേട്ടോ. ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരിക, അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഡിംപിളിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് അവസരങ്ങൾ പോലും വലിയ ആഘോഷമാക്കി തീർക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ മൂപ്പർക്ക്. അപ്പോൾ അതിൽ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡാഡി വണ്ടി ഓടിച്ചു നോക്കാൻ പറയണു. അപ്പോൾ തോമും പാച്ചും ഒരേപോലെയാണ് വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കാനും അവർക്കും എന്തോ ഒരു കൗതുകം തോന്നി. അപ്പോൾ അത് ഇപ്പോൾ വീട്ടിൽ ഇന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അവർ നാളെ ഞാൻ തോന്നുന്നുണ്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഡിവൈനത് കൈമാറുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിൽ ഇന്നത്തെ ബർത്ത്ഡേ ഇങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് ഓർത്തത് കുട്ടികളുള്ള സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ നമ്മളെന്തായാലും ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ രാത്രിയാകുമ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കേക്ക് കട്ടിങ് ഇല്ലാണ്ട് എന്തുട്ടാ ആഘോഷം. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കുക കേക്കാണല്ലോ. അപ്പം അങ്ങനെ അത് പിന്നീട് വാങ്ങിക്കാം. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു നെസ്റ്റോളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കാമെന്ന്. പിന്നെയാണ് ഈ കുട്ടികളെയും കൊണ്ട് അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നിങ്ങൾക്കത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുട്ടികൾ ഇത്ര ഭാരമാണോന്ന്. കുട്ടികൾ ഭാരമായിട്ടല്ല, അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇത് കാണുമ്പോൾ അത് വേണം, അത് കാണുമ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ചോദിക്കുകയും വാങ്ങിക്കുകയും വാശി പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെന്നതിന് ശേഷം സമാധാനത്തിൽ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാമെന്ന് വെച്ചു. കുട്ടികളുള്ളപ്പോൾ പ്രത്യേകിച്ച് തോമു ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ രാവിലെ വിഷ് ചെയ്തിട്ടാണ് പോയത്. ചാക്കോച്ചിന് പിന്നെ അങ്ങനെയൊന്നും അറിയാറായിട്ടില്ലല്ലോ. തോമും പാച്ചും അതെ കേട്ടോ. അങ്ങനെ ഡിംപിൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ശരിക്കും ഉച്ചയിലത്തെ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ആ മത്ത് ശരിക്കും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും വേണ്ട, എന്നാലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ബിസ്മിയിലേക്കാണ് വന്നത്. കാരണം എല്ലാവരും ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് ചായയും വാങ്ങി. അക്കിക്ക് ബജ്ജി വലിയ ഇഷ്ടമാണ്. അപ്പോൾ അക്കിരോടേക്ക് പോകുമ്പോൾ ബജ്ജി വാങ്ങിക്കൊണ്ട് അവിടെ ആകുമ്പോൾ നല്ല തിളച്ച ചൂട്ടോടെ കിട്ടും സാധനം. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങളൊക്കെ ചായ കുടിച്ചു. അപ്പോൾ ഡാഡീനെ വഴിയിൽ ഇറക്കിയിട്ടോ. ഞങ്ങൾ 2 വണ്ടിയിലാണല്ലോ നമ്മൾ ചെന്നത്. അപ്പോൾ ഡാഡിയോട് മറ്റേ വണ്ടി എടുത്തിട്ട് കൊറിയർ വന്ന പാർസലും കാര്യങ്ങളൊക്കെ ആ വണ്ടിയിലായിരുന്നു. അപ്പോൾ അതിൽ ഡാഡി വന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഡിവൈൻ അക്കിരോടേക്ക് പോയി ചാക്കോച്ചനെ കൊണ്ടുവരാൻ. ഞാനും കിടന്നുറങ്ങി, ഡിംപിളും കിടന്നുറങ്ങി. ഡാഡി വരാൻ കുറച്ച് ലേറ്റായി. ഡാഡി വന്നതിന് ശേഷം ഞങ്ങൾ കുട്ടി കേക്ക് കട്ട് ചെയ്തു. കൊച്ചു കേക്ക് കണ്ടോ, വെറുതെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ചാക്കോച്ചൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തു. ഡിംപിളുടെ വക ഫോട്ടോസ് എടുക്കണം. അപ്പോൾ നമ്മൾ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും. എടുക്കുന്ന ആ ഫോട്ടോൻ്റെ ആ ഒരു സ്പേസിലുള്ള സംഭവമല്ലേ നമ്മൾ കാണുള്ളൂ.
അപ്പം ഞാൻ പറഞ്ഞു എന്നെയൊന്നും എടുക്കല്ലേ, കാരണം വയ്യാണ്ടായി ശരിക്കും. എന്താ പറയുക, ഭയങ്കര ചൂട്, അകത്ത് കയറിയപ്പോൾ നല്ല ചൂട്. പിന്നെ ഒരു ചെറിയൊരു മഴ പെയ്തു കേട്ടോ കുറച്ച് നേരത്തെ. അതുകൊണ്ട് ഇപ്പം ഇത്തിരി സമാധാനമുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ രാത്രിയിലേക്ക് ഇന്ന് കാര്യമായിട്ടൊന്നും വേണ്ട, എല്ലാവർക്കും വയറ് ഫുള്ളാണ്. എന്നാലും കഞ്ഞി കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാത്രി കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും മറ്റേ കടലക്കറി ഉണ്ടായിരുന്നു, കടലക്കറിയാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ കഞ്ഞിയും കടലക്കറിയും കൂടിയിട്ടാണ് രാത്രി ഞാൻ കഴിച്ചത്, ഞാനും ഡാഡിയും കഴിച്ചത്. കുട്ടികൾക്ക് പിസയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കണ്ടമാനം മറ്റേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്, കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ ആദ്യം വിചാരിച്ചു അത് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്യാമെന്ന്. പക്ഷേ നോക്കിയപ്പോൾ എല്ലാവർക്കും ഉച്ചയിലത്തെ ഇതും യാത്രകളും ഒക്കെ കൂടി ആയപ്പോൾ തീരെ വയ്യ. അപ്പോൾ വിചാരിച്ചു ഇന്നിങ്ങനെ കിടന്നുറങ്ങിയിട്ട് നാളെ ആവാം ബില്ലിങ് സെക്ഷനും കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ നിങ്ങളോട് പറയാണ്, കുറേ താമരമാല ചോദിച്ചവരോട് ആ സമയത്ത് കണ്ടമാനം എൻക്വയറി വന്നെങ്കിലും പെട്ടെന്ന് അത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷം അത് പറഞ്ഞവരോടൊക്കെ പറഞ്ഞിട്ട് പോയിന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. എന്നാലും ഞാൻ വീണ്ടും പറയാണ്, സംഭവം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ആൻറ്റിക്കിൻ്റെ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്നുകിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡിംപിളിൻ്റെ ചാനലിൽ ഡിംപിളിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എന്താണോ ഏതാണെന്നുള്ളത് ആൻറ്റിക്കിൻ്റെ സെക്ഷനും സാരിയുടെ സെക്ഷനും ഡിംപിളാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയണ പോലെ ഫോട്ടോസ് ഡിവൈനും ഡിംപിളും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഡിവൈനാണ് മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്, ആർക്കാർക്കും ഭാരമില്ല. മറ്റേത് എല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസം നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയും. കാരണം എനിക്കും ഡാഡിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കായിട്ട് ഒന്നും ഇനി നാളേക്ക് വെക്കേണ്ട കാര്യമില്ല. വല്ല അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോഴായാലും നമ്മുടെ മക്കളുള്ളിടത്തോളം അവർ നമ്മളുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും സന്തോഷമായ രീതിയിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹവും ഇഷ്ടവും. നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക, നമ്മൾ ബിസിനസ്സിനൊരു സംഭവം ഉണ്ടാക്കി അതെന്തിനെങ്കിലും മാറ്റി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളോട് പറയും, നിങ്ങൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഇതുപോലെ ട്രിപ്പുകൾ പോകാമെന്ന് പറയും. അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഓഫർ കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, എല്ലാവരും ഇന്ന് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മളുടെ ഫാമിലി പോകുന്നത്. ഈ സന്തോഷം എന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടാവാൻ, നിലനിന്ന് പോകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. ഞാനെപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും എന്താ വേണ്ടേ ഏതാ വേണ്ടതെന്ന് ചോദിച്ചാലും ഞാൻ ആകെ പറയുക പ്രാർത്ഥന അനുഗ്രഹം മാത്രം മതി എന്നാണ്. കാരണം അത് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ അങ്ങോട്ട് വന്നോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇപ്പോൾ രാത്രിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർക്കുള്ള ഇറച്ചിത വെന്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ചോറ് കൊടുക്കാനൊക്കെ പോയിട്ടോ എൻ്റെ പണികൾ ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഇടയിൽ ചെയ്തു. പിന്നെ ഞാൻ പറയാറില്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ചില സമയത്ത് അതൊക്കെ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് ഇനി കേട്ടോ. അപ്പോൾ പട്ടിയുടെ ഇറച്ചിത വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അവർക്കത് കെടുക്കുക അത്രയേ ഉള്ളൂ. എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നിപ്പോൾ മണി 11:15 എങ്ങനെ വന്നാലും ഈ പറഞ്ഞ പോലെ ലേറ്റോ 11:15 ഇനി 11:45 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടികളും കഴിയും. അതായത് മറ്റേ അപ്ലോഡ് ചെയ്യലും ഒക്കെ കഴിയും. അപ്പോൾ ഇത് നമ്മുടെ സൂഫിയുടെ എല്ലാ കളർ വളകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു നാളെ ആവാം ബാക്കി പരിപാടികളെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ നവരത്നത്തിൻ്റെ വള, പിന്നെ പേസ്റ്റൽ ഗ്രീൻ, ഇതൊക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ സ്ഥിരം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിലരുടെ വിചാരം ആൻറ്റിക് ഓർണമെൻറ്റ്സ് വന്ന കാരണം ഇതിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഇതും പുതിയ സെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ എന്താ പറയുക ഒരു ഇൻ്റർവെൽ എടുത്ത പോലെയായിരുന്നു മാത്രം. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കല്യാണം ആവശ്യങ്ങളൊക്കെ വന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു മൂന്ന് പേരും കൂടിയിട്ട് ചെയ്യണത്. മറ്റേതെല്ലാം കൂടി എനിക്കാവുമ്പോൾ എനിക്ക് നോക്കി എത്തുന്നുണ്ടായിരുന്നില്ല. ഇതാവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ആ മാലയുടെ സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. സ്റ്റഡും ഒക്കെ ഉണ്ട്, ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ്
നാളേക്ക് ഒരു ബോക്സ് ഇത് ഒരു ഷോപ്പിലേക്ക് തന്നെയാണ്. അതൊക്കെ റെഡിയാക്കി ഇതേ അവിടെ വെച്ചിട്ടുണ്ട്, നാളെ പോസ്റ്റ് ചെയ്യാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 ബോക്സ് ഉണ്ട്. ഇത് നമ്മുടെ താമരമാല. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോക്സുകളൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ നാളെ ഫുൾ ഡേ ഇരുന്നാലും കഴിയാവും. കാരണം ഇത് ഓരോ സെക്ഷൻ നമ്പർ അനുസരിച്ച് എടുക്കണം, ബില്ല് ഇടണം, അങ്ങനെ കുറേ പണികളുണ്ട്. അതനുസരിച്ച് ഓർഡറുകൾ എടുക്കണം, അവർക്ക് അയച്ചു കൊടുക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ നാളെയും നല്ല തിരക്കുള്ള ദിവസമാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.